മാസപ്പടി ഇടപാട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് ഹൈക്കോടതി നോട്ടീസ്. CBI, ED അന്വേഷണം ആവശ്യപ്പെട്ടുള്ള BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജിയിലാണ് വീണയും CMRL ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയക്കാൻ ഉത്തരവായത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, വിഷയത്തിൽ എന്തായാലും വീണയ്ക്ക് നോട്ടീസ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? രാഖി, ഈ മാസപ്പടി ഇടപാടിൽ SFIയുടെ റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ളവർക്ക് അവരെ കക്ഷി ചേർക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി കഴിഞ്ഞ തവണ ഇടക്കാല ഉത്തരവിലൂടെ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹർജിക്കാരനായിട്ടുള്ള ഷോൺ ജോർജ് കക്ഷിയേറൽ അപേക്ഷ നൽകുകയും അത് ഹൈക്കോടതി അനുവദിച്ചുകൊണ്ടാണ് വീണ അടക്കമുള്ളവർക്കെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ, അതോടൊപ്പം തന്നെ CMRL ഉദ്യോഗസ്ഥർ, എക്സലോജിക് സൊല്യൂഷൻസ് കമ്പനി, ഇതിനൊക്കെതിരെയാണ്, ഇവരെ എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് അവർക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്. 4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് മറുപടി നൽകണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. 1 മാസത്തിന് ശേഷം CMRL എക്സലോജിക് ഇടപാടിൽ, അതായത് മാസപ്പടി ഇടപാടിൽ CBIയുടെയും EDയുടെയും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് നൽകിയ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. പ്രധാനമായിട്ടും ഷോൺ ജോർജിന്റെ ആവശ്യമെന്ന് പറയുന്നത് SFIയുടെ അന്വേഷണത്തിന് പുറമെ തന്നെ CBI, ED തുടങ്ങിയ കേന്ദ്ര ഏജൻസികളും മാസപ്പടി ഇടപാടിൽ അന്വേഷണം നടത്തണം. അതുമാത്രമല്ല, ജനാധിപത്യ നിയമപ്രകാരം, അതായത് ജനപ്രതിനിധികളായിട്ടുള്ളവർക്കെതിരെ അടക്കം ഇക്കാര്യത്തിൽ കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണം നടത്താൻ സാധിക്കും. ജനപ്രാതിനിധി നിയമപ്രകാരമുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. മാത്രമല്ല, ഈ കമ്പനികാര്യ നിയമപ്രകാരമാണ് SFIയുടെ അന്വേഷണവും റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത്. അതിലെ ചില വ്യവസ്ഥകൾ പ്രകാരം കേന്ദ്ര ഏജൻസികളായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും അതോടൊപ്പം തന്നെ CBIക്കും അഴിമതിയുമായി ബന്ധപ്പെട്ടും കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്താം. പക്ഷേ നേരത്തെ തന്നെ വിവിധയിടങ്ങളിൽ വീണ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് SFIയുടെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ സമാന്തരമായിട്ട് ഒരു ഏജൻസിക്ക്, ഒരു കേന്ദ്ര ഏജൻസിക്കും അന്വേഷണം നടത്താനാകില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ SFIയുടെ റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ളവർക്കെതിരെ നോട്ടീസ് അയച്ചുകൊണ്ട് അവരുടെ മറുപടി കൂടി കേൾക്കണമെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹൈക്കോടതി ഈ ഹർജി പരിഗണിച്ച സമയത്ത് നോട്ടീസ് അയച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും 4 ആഴ്ചയ്ക്കുള്ളിൽ ഈ പറയുന്ന 11 എതിർകക്ഷികളും മറുപടി നൽകണം. അവരുടെ കൂടി മറുപടി വിശദമായിട്ട് കേട്ട ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാകുക. CBIയുടെയും EDയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണെന്നുള്ളതാണ് ഹർജിക്കാരന്റെ പ്രധാനപ്പെട്ട വാദം. 1.72 കോടി രൂപ സേവനങ്ങൾ നൽകാതെ മകൾ വീണയ്ക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.